KT ജലീൽ MLA, ഇവരൊക്കെ ചില പാർട്ടിയിൽ നിന്ന് പോകുന്നവരും ഒക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള വിരോധം നമ്മൾ നോക്കേണ്ടതില്ലല്ലോ. അതുപോലെ പിന്നിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹം മന്ത്രിയാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളെ കമ്മ്യൂണിസ്റ്റ് മതമൊക്കെ അയാൾ എന്തായിക്കോട്ടെ, അയാൾ ഇവിടെ നമുക്ക് എന്താക്കണം, നമുക്ക് ആവശ്യം റോഡ് പാലൊക്കെ ഉണ്ടാക്കി തരണം. അത് പിന്നെ നമ്മളെല്ലാവർക്കും ഉള്ളതാ, മുസ്ലിങ്ങൾക്കും സമസ്തക്കാർക്കും മാത്രമല്ല, പാലുണ്ടായ എല്ലാവർക്കും നടക്കാം. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ സഹകരണം നമുക്ക് വേണം. അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. പിന്നെ അതാ മുഖ്യാതിഥി ബഹു MK മുദീർ, അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. അദ്ദേഹം നമ്മുടെ CH മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് ഓർക്കുന്നു. വളരെ വളരെ നല്ല ഒരു ഓർമ്മയാണ് CHന്റെ ഓർമ്മ. നമ്മളെ സംബന്ധിച്ച സമുദായത്തിനും നാട്ടിനും മതേതരത്തിനും ഒക്കെ വളരെയധികം ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകനും ആ വഴിയിൽ തന്നെ തുടരുന്നതാണ്. ചില അസുഖങ്ങൾ കൊണ്ട് അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ സിഹത്ത് ആഫിയത്ത് നൽകി ഈ സമുദായത്തെയും നാടിനെയും നയിക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് പങ്കെടുക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. ഒരു പ്രസിദ്ധനായ ഒരു ചെറുപ്പക്കാരനായ MP ആണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ T സിദ്ദീഖ് MLA, അദ്ദേഹം നമുക്കൊരു പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ PTA റഹീം, അഡ്വക്കേറ്റ് PTA റഹീം, അദ്ദേഹം നല്ലൊരു സമസ്തക്കാരനും കൂടിയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലൊക്കെ അംഗമായിരുന്ന, അതോടുകൂടെ മഹല്ലുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനെയും സാന്നിധ്യം നമുക്ക് ആവശ്യം. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അഹമ്മദ് ദേവർകോവിൽ MLA ആണ്. നേരത്തെ മന്ത്രിയായിരുന്നു, ഇപ്പം MLA ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളോടും സഹകരിക്കുന്ന നല്ല ഒരു പ്രവർത്തകൻ തന്നെയാണ്. സമസ്തയ്ക്ക് വേണ്ടി വളരെയധികം സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ KT ജലീൽ MLA, ഇവരൊക്കെ ചില പാർട്ടിയിൽ നിന്ന് പോകുന്നവരും ഒക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള വിരോധം നമ്മൾ നോക്കേണ്ടതില്ലല്ലോ. അതുപോലെ പിന്നിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.